ഞാൻ കല്യാണ തിരക്കിലായിപ്പോയി. ഈവൻ എനിക്കും എൻ്റെ കരിയർ ബിൽഡ് എന്നൊരു ഷോ ആണ്. പിന്നെ ഒരുപാട് വർഷമായി ഇതേ സപ്പോർട്ട് എല്ലാവരും തരുന്നുണ്ടായിരുന്നു. ഒരു പോയിന്റ് എത്തുമ്പോൾ അല്ലേ. അതെ, അവരൊക്കെ പറയുന്ന ഒരു ബ്രേക്ക് ആയിരിക്കും തിരിച്ചു വരുന്നൊക്കെയാണ്. അപ്പോൾ ശ്രീവിധി ഉണ്ടാവോ? തിരിച്ചു വരുമ്പോൾ ശ്രീവിധി ഉണ്ടാവോ? അതെനിക്കറിയില്ല. ഞാനിപ്പോൾ അമൃതയിൽ ഒരു ഷോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, കോമഡി മാസ്റ്റേഴ്സ് പറഞ്ഞിട്ട്. ഞാൻ ഉണ്ടായില്ലെങ്കിലും ഞാൻ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും ഷോ തിരിച്ചു വരട്ടെ എന്നാണ് എനിക്ക് ആഗ്രഹം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ആ വിശേഷം എന്തൊക്കെയാണ് അമൃതയിലെ? അമൃതയിൽ അടിപൊളിയായിട്ട് അവിടെ നോബി ചേട്ടനുണ്ട്, ഡയാനയുണ്ട്, ശ്വേത ചേച്ചിയുണ്ട്, ശ്വേതമേന, പിന്നെ എലീനയുണ്ട്, കുട്ടികളേട്ടനുണ്ട്. അപ്പം ഈ ഫാമിലിനെ ഇന്നലെ ബിനുചേട്ടനുണ്ടായിരുന്നു. അപ്പം കുറച്ച് ഫാമിലി മെമ്പേഴ്സൊക്കെ കൂടെ ഉള്ളതിൻ്റെ ഒരു സന്തോഷമുണ്ട്. സ്റ്റാർ മാജിക് വ്യൂവേഴ്സിനെ അങ്ങോട്ട് അടിച്ചോണ്ട് പോയി. അയ്യോ അല്ല, അത് രണ്ട് ഇതാണ്. ഒരേ എന്താണെങ്കിലും ഞാൻ പിയാർ എന്ന് നിർത്തേക്കാന്ന് ചേട്ടന് കോയമ്പത്തൂരിന്നേ വരെയല്ലേ എനിക്ക് ആരാധകനാണോ? സ്നേഹമുള്ളതാണ്. പിന്നെ എന്താണ് പുതിയ വിശേഷങ്ങൾ? കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് കാണുന്നത്? ആണ് ഷിയാസിഖാന്റെ കല്യാണത്തിന് ജസ്റ്റ് ഒന്ന് കണ്ടു. കുറച്ച് തിരക്കായി പോയി. കല്യാണം കഴിഞ്ഞിട്ട് ഒരു കുറെ ട്രാവലിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ജീവിതം അടിപൊളിയായി പോകുന്നു. പുതിയ ഷോ തുടങ്ങാനൊക്കെ ആയിരിക്കും. ആധികാരികൾ നമ്മൾ ആർട്ടിസ്റ്റുകൾക്ക് അതേക്കുറിച്ചൊന്നും അറിയില്ല. കഴിഞ്ഞ ദിവസം ലക്ഷ്മി നക്ഷത്രയോട് ചോദിച്ചപ്പോഴും പറഞ്ഞായിരുന്നു ഞങ്ങളൊരു ബ്രേക്ക് എടുത്തതാണ് എന്നൊക്കെ. ഷോയ്ക്ക് തന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പം അതിന് ആർട്ടിസ്റ്റുകൾക്കറിയില്ല. അപ്പം അതിൻ്റെ ഡയറക്ടർ ചാനലൊക്കെ അല്ലേ എൻ്റെ ഷോ തുടങ്ങുന്ന 7 വർഷമായില്ലേ. അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തോന്നുന്നു അല്ലേ ഷോയൊക്കെ? പിന്നെ സ്റ്റാർ മാജിക്കല്ലേ നമ്മളാക്കിയത്. അപ്പോൾ ജനങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു ഷോ അല്ലേ. അവിടെ നിന്ന് കിട്ടിയ ഒരു ഹൈപ്പാണ് നമുക്ക്. ഇപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ടോ? ഇപ്പം നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെയൊക്കെ ഒരു പോസ്റ്റ് ഇടുമ്പോൾ സ്റ്റാർ മാജിക് എന്ത് പറ്റിയെന്ന് അമ്മമാരാണ് കൂടുതൽ, അമ്മമാരും ചേച്ചിമാരൊക്കെയാണ് കൂടുതൽ ചോദിക്കുന്നത്. അതെ, അത് നമ്മുടെയൊക്കെ ഒരു ഭാഗ്യം. നല്ല പ്രോഗ്രാമിൻ്റെ ഭാഗമാകാൻ പറ്റിയത് നമ്മുടെയൊക്കെ ഭാഗ്യം. പിന്നെ അത് എല്ലാം കുറേ പ്രാവശ്യമൊക്കെ ബ്രേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ആധികാരിക വശങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല. എന്താ പറയുന്നത്? തിരിച്ചു വരും എന്നുള്ളൊരു ഉറപ്പ് തന്നെയാണോ? തിരിച്ചു വരും എന്നുള്ളൊരു ഉറപ്പ് തന്നെയാണോ പറയുന്നത്? തിരിച്ച് വരണം എന്നാണ് നിങ്ങളെപ്പോലെ തന്നെ. നിങ്ങളെ പ്രോഗ്രാം കാണുമ്പോൾ ചിരിക്കുന്നതിൽ കൂടുതൽ ഞങ്ങൾ ഒരു ആഴ്ചയിലും ഒരേ മനസ്സുള്ള കുറച്ച് ആളുകൾ നിന്ന് കോമഡി പറയുക, തമാശ പറയുക, വലിയ സന്തോഷങ്ങൾ പങ്കുവയ്ക്കുക, അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമല്ലേ. ഇന്ന് ആളുകൾക്ക് ചിരിക്കാനൊക്കെ ഭയങ്കരമായിട്ടുള്ള വിഷമങ്ങളൊക്കെ നടന്നിട്ടുള്ള കാലഘട്ടം. അപ്പം ചിരിക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ ഏറ്റവും വലിയ സന്തോഷം. ചിലരൊക്കെ ഭയങ്കര വികാരപരമായിട്ടാണ് ഇട്ടാണ്, അതായത് ഞങ്ങളുടെ ആകെയുള്ള ഒരു ആശ്വാസമാണെന്നുള്ള രീതിയിലൊക്കെ കമൻറ്റ് വന്നു. പ്രേക്ഷകരല്ലേ നമ്മളെ അവരല്ലേ നമ്മളെ വിജയിപ്പിക്കുന്നു. നമ്മളെല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യണമല്ലോ. ഇന്നൊരു വിഷമമുണ്ട്. അപ്പം ഇനിയിപ്പോൾ രണ്ടാമത് ഏത് റൂട്ടാണെന്ന് നമുക്ക് അറിയില്ല. പല പാറ്റേൺ പറ്റി അങ്ങനെ നിർത്താറുണ്ടല്ലോ. കുറേ 7 വർഷമായി ഷോ. ശരിക്കൊരു ഫാമിലി തന്നെയാണല്ലേ പിരിവിട്ട് പിരിയാൻ പറ്റും. അതിപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിപ്പം 7 വർഷമൊക്കെ 7 വർഷം വേണ്ട, 1 വർഷം 2 വർഷം കഴിയുമ്പോൾ എല്ലാവരുമായിട്ടൊക്കെ നമ്മൾ ഭയങ്കര മാനസിക ഐക്യം വരുമല്ലേ. അതല്ലേ പരിപാടിയുടെ വിജയം. ഞങ്ങൾക്ക് എവിടെ ചെന്നാലും എല്ലാ ആഴ്ചയിലും മനസ്സിൽ ഇങ്ങനെ അറിയാതെ കയറുന്നത്. അങ്ങനെ കയറിയൊരു ഷോയാണ് സ്റ്റാർ മാജിക്. വേറെന്താ വിശേഷമുള്ള സ്റ്റാർ മാജിക് അല്ലാതെ? വേറെ വിശേഷങ്ങൾ പടം രണ്ടെണ്ണം ഇറങ്ങാനുണ്ട്. പിന്നെ ഇപ്പോൾ അടുത്ത 2 പടങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നല്ല വിദേശ പരിപാടികളുണ്ട്. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ സജീവമായിട്ട് കൊണ്ടിരിക്കുന്നു. ബിനു അടിമാലി യൂട്യൂബ് ചാനൽ അടിമാലി ഡയറീസ് എന്ന് പറയുന്നത് നമ്മൾ വെറുതെ എല്ലാ ആഴ്ചയിലും ഇപ്പം അതിൻ്റെ ടെൻഷൻ കൂടെയുണ്ട്. ചാനലിൻ്റെ ഷൂട്ടുണ്ട്, എല്ലാ ആഴ്ചയിലും പോകണ്ടേ. അപ്പം അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട്. പുതിയ കണ്ടന്റുകൾ ഉണ്ടാക്കണതിൻ്റെ ടെൻഷൻ, ഷൂട്ടിങ്ങിൻ്റെ ടെൻഷൻ. അപ്പോഴാണ് ഞാൻ അറിയണത് ഇതൊക്കെ ഷൂട്ട് ചെയ്തെടുക്കുന്നതിൻ്റെയൊക്കെ വിഷമം. അപ്പം അങ്ങനെ വിഷമങ്ങളും അത് ഒരാഴ്ചയിലും അത് റിലീസാകുമ്പോൾ അതിനകത്ത് കിട്ടുന്ന അത് വിജയിക്കുമ്പോൾ അത് ലൈക്കും കമൻറ്റൊക്കെ കിട്ടുമ്പോൾ 7 വർഷമായിട്ട് പോകുന്നൊരു പ്രോഗ്രാം അല്ലേ.
അപ്പോൾ നമുക്കൊരു ബ്രേക്ക് വേണ്ടേ, ഒരു ബ്രേക്ക് എടുത്തു, അത്രേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ലക്ഷ്മി നക്ഷത്രയുടെ ഇതുപോലെ ബൈറ്റ് എടുത്തായിരുന്നു. അപ്പോൾ അതിനകത്ത് കുറേ അമ്മമാരും ചേച്ചിമാരൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു, തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞു. സീരിയസ്ലി പറഞ്ഞതാണ്. ചേച്ചി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ചേച്ചി പറഞ്ഞു ഞങ്ങളൊരു ബ്രേക്കാണ്. നമ്മളൊരു ബ്രേക്ക് എടുത്തു, 7 വർഷമായിട്ട് അതിൽ നിൽക്കില്ല. അപ്പോൾ പുതിയൊരു പ്രോഗ്രാമായിട്ടൊക്കെ വരും. പുതിയ പ്രോഗ്രാമാണോ? അല്ല, വരും. ബ്രേക്ക് എടുത്തതിന് ശേഷം അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് ഒരു ദുരൂഹത വയ്ക്കുന്നത്? ദുരൂഹതയോ? എന്ത് ദുരൂഹത? ചേട്ടൻ അനാവശ്യമായി പറയുന്നു. ദുരൂഹതയൊന്നുമില്ല, നമുക്കറിയായിരുന്നു. കാരണം എന്ന് വെച്ചാല് ഏറ്റവും കൂടുതൽ നമ്മൾ സന്തോഷിക്കുന്ന വെച്ചാൽ ഈ നമ്മുടെ ഒരുപാട് ചാനൽസ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നമ്മുടെ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എത്ര പേരാ വിളിച്ചെന്നറിയോ? വിളിക്കാത്ത ആൾക്കാർ കൂടി വിളിച്ചിരിക്കുകയാണ്. പ്രോഗ്രാം നിർത്തിയോ, അയ്യോ ഇതെന്ത് പറ്റി, പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്. പിന്നെ അതുകൂടെ തന്നെ ഇപ്പോൾ ഈ പറയുന്ന മീഡിയക്കാരാണെങ്കിലും ചോദിക്കുന്നുണ്ട്. പിന്നെ അതിന് നെഗറ്റീവായിട്ട് കുറേ പേര് ഇറക്കിയിട്ടുണ്ടായിരുന്നു, കളിയാക്കിക്കൊണ്ട് നിർത്തിയല്ലോ എന്ന് പറഞ്ഞിട്ടൊക്കെ. എന്നാൽ നമ്മുടെ പ്രോഗ്രാമിൽ ഇത്രയും കുറച്ചും കൂടി എന്താ പറയുക പ്രൊമോട്ട് ചെയ്ത് തന്നത് ഭയങ്കര സന്തോഷം തന്നെയാണ്. ഹൈപ്പ് ഉണ്ടാക്കി തന്നാൽ അത് ഭയങ്കര സന്തോഷമാണ്. പിന്നെ എന്താ പറയുക, ഒരുപാട് ആർട്ടിസ്റ്റുകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പ്രോഗ്രാം. ഇത്രയും നാളും സംസാരിക്കാത്ത, അതായത് ഇതിനെപ്പറ്റി പറയാത്ത ടീംസ് വിളിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ എന്താ പറയുക വിചാരിക്കുകയാണ്, നമ്മുടെ പ്രോഗ്രാം ഇത്രയ്ക്ക് അടിപൊളി ആയിരുന്നല്ലേ എന്ന്. ആയിരുന്നു, പക്ഷെ എന്നാലും സന്തോഷം. കാരണം നമുക്ക് വരുന്ന കമന്റ്സ് പോലെ 80% പേരും വളരെ പോസിറ്റീവായിട്ട് ഭയങ്കര മിസ്സാണ്. 7 വർഷം ആ പ്രോഗ്രാം പോകണമെങ്കിൽ നല്ലൊരു പ്രോഗ്രാം അല്ലേ. നെഗറ്റീവ് കാണും, അത് അറിയാമല്ലോ. ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാരും ഈ പ്രോഗ്രാം ഇന്ന് കാണുന്നുണ്ട്. അവരാണ് കൂടുതൽ ചൂണ്ടിക്കാണിക്കുന്നത്, ഇന്നാളെന്ന് പറഞ്ഞു. അതെ, അവർക്കിപ്പോൾ സന്തോഷിക്കണം. പക്ഷെ നമ്മളിപ്പോൾ ബ്രേക്ക് എടുത്തിരിക്കുക, നമുക്ക് അങ്ങനെ വിഷമങ്ങളും കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും നമ്മൾ പുതിയൊരു പ്രോഗ്രാമായിട്ട് തുടങ്ങി വരും. കാത്തിരുന്ന പ്രതീക്ഷയുണ്ട് പ്രേക്ഷകർക്ക്. പ്രതീക്ഷിക്കാം, അങ്ങനെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ്. പ്രോഗ്രാമായിട്ട് വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. വരട്ടെ. എന്താ അനുമോളുടെ വിശേഷം? എന്താ എൻ്റെ വിശേഷങ്ങൾ? എന്താ ഇങ്ങനെ പോകും. ഇനിയിപ്പോൾ സ്റ്റാർ മാജിക് അറിയാൻ പറ്റില്ല അല്ലേ, പുതിയ തുടങ്ങണവരെ? കുഴപ്പമില്ല, കാരണം ലൈഫിന്റെ ഒരു ഭാഗമായി അല്ലേ. പിന്നെ നമ്മൾ ഫാമിലി അല്ലേ, കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്താ പറയണ്ടേ, വിശ്വാസിന് പോകണു. അബിയൻ മഹി സീരീസ് പോകുന്നുണ്ട്. ഇങ്ങനെയൊക്കെ. ഒരു മിനിറ്റ്. അപ്പോൾ ഓക്കെ, ഓക്കെ, താങ്ക് ഓൾ ദ ബെസ്റ്റ്. യു.